എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു സമൂസ തയ്യാറാക്കിയാലോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് സമൂസയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സമൂസ ഷീറ്റൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല. വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് തയ്യാറാക്കിയിട്ട് അതിലാണ് നമ്മൾ ഈ സമൂസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടില്ല, അതിനേലും കുറച്ചും കൂടി കുറവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/3 കപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് മൈദയും ഗോതമ്പ് പൊടിയും ഒരേ അളവിലെടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈദ മാത്രമായിട്ട് എടുക്കാം. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നേരിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ച് സാധാരണ കുഴയ്ക്കുന്ന പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു തുണി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് ഇത് അടച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ചെറിയ നനവുള്ള തുണിയാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഈ മാവ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈപ്പത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ഇടിച്ച് കുഴച്ചെടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാവുകളൊക്കെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. 4 ഉണ്ടകളാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. കറക്റ്റ് ഷേപ്പിലൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. കാരണം നമ്മളിത് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തുമ്പോൾ പലതും പല അളവിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് സമൂസ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ അളവിലുള്ള ഷീറ്റ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായി പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് അടക്കി വെച്ച് വേണം സമൂസ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ കൂടി തൂവി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് തൂവി കൊടുക്കുക. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത മാവ് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് വെച്ച് അടക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയത് അടുത്തതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ അടുത്തത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ 4 എണ്ണവും വെച്ച് എടുത്തിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സമൂസയ്ക്ക് വേണ്ട ഷീറ്റ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൈദ അതിൻ്റെ ഇടയിൽ തൂവി കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഗോതമ്പ് പൊടി ആണെങ്കിൽ അത് അത്ര കറക്റ്റായിട്ട് വരില്ല, മൈദ തന്നെയാണ് നല്ലത്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ ഒരു പരത്തൽ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ സമൂസ ഷീറ്റിനുള്ള ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് പരത്തിയ ഷീറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചൂടാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് ഒരു 30 സെക്കൻഡ് ഇട്ട് വേവിക്കുക. അതിനുശേഷം തിരിച്ച് ഇടുക, അതും ഒരു 30 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ഒരു മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ സമൂസ ഷീറ്റ് തയ്യാറായി വരാനായിട്ട്. അപ്പോൾ ഞാൻ 30 സെക്കൻഡായപ്പോൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിത് അടപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ അത്രയും മാത്രം മതി. ഒരുപാട് സമയം വേവിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സമയം കുക്ക് ചെയ്താൽ ഇത് അത്ര കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതാ നമ്മുടെ സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം നടുക്കുന്ന് ഒന്ന് കട്ട് ചെയ്തു, പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു ത്രികോണത്തിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു ഈക്വൽ ആവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ സമൂസ ഷീറ്റെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ വേർപെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, നല്ല ഈസി ആയിട്ട് ഇത് വേർപെട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമൂസ ഷീറ്റ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സമൂസ ഷീറ്റും വേർപെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലുള്ള സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളാരും കടയിൽ പോയി സമൂസ ഷീറ്റൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല നൈസായിട്ടാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ടുള്ള സമൂസയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് മുട്ട കൊണ്ടുള്ള ഒരു ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഈ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെയും നമ്മുടെ ഫില്ലിങ്ങിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് ആവശ്യമാണ് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാള പൊടിയായിരുന്നതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സമൂസയ്ക്കുള്ള സവാള ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരുമാതിരി ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏതാണ്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട നമ്മൾ ചെറുതായി പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇതുപോലെ നന്നായി പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട എപ്പോഴും കുറച്ചിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ പീസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് പോരാതെ ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫില്ലിംഗ് ആണ്. ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷമാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുക്കിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊരു കോൺ ഷേപ്പിലൊന്ന് മടക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു പേസ്റ്റ് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കലക്കി ഒരു പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ സൈഡിലേക്കൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും. അല്ലെങ്കിൽ ആ കൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ സമൂസയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ മൈദയുടെ മിക്സ് നമുക്കിതിലൊന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഒരുപാട് കുത്തി നിറച്ച് വെക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ മുകൾ ഭാഗത്തൊന്ന് തേച്ച് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സമൂസയുടെ ഷീറ്റുകളെല്ലാം നന്നായി ഫില്ല് ചെയ്ത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂസ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സമൂസകളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ സമൂസ. അപ്പോൾ നമ്മുടെ ഷീറ്റ്സൊക്കെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സമൂസ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ സമൂസ ഷീറ്റൊന്നും ഒട്ടും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ സമൂസ ഷീറ്റ് നമുക്കൊരു 2-3 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ അടച്ച് വേണം നമ്മുടെ സമൂസ ഷീറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കൂടുതൽ വെജിറ്റബിൾ സമൂസയൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഇത്തവണ ഈ മുട്ട കൊണ്ടുള്ളൊരു സമൂസ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.